ഞാൻ ITI പഠിക്കുന്ന കാലം എല്ലാ ശനിയാഴ്ചയും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ഒരാഴ്ചയ്ക്കുള്ള ആവശ്യമായ സാധനങ്ങൾ, ആഹാരം വയ്ക്കാനുള്ള അരി, തേങ്ങ തുടങ്ങി ആഹാരം ശരിയാക്കാനുള്ള എല്ലാ ഭക്ഷ്യസാധനങ്ങളുമായിട്ട് ബാഗിൽ കൊണ്ട് ഞായറാഴ്ച വൈകുന്നേരം പോകും. തിരിച്ച് റൂമിൽ ചെല്ലും. അവിടെ റൂമിൽ താമസിച്ച് ITI പഠിക്കാൻ പോകും. വെളുപ്പിനെണീറ്റ് ആഹാരം പാകം ചെയ്യും. അങ്ങനെയായിരുന്നു ഒരു ദിവസമല്ല പല ആവർത്തി വീട്ടിൽ വരാനായിട്ട് കാശുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ബാർബർ നടത്തുന്ന ഒരു സ്നേഹിതനുണ്ടായിരുന്നു. എൻ്റെ വലിയ പ്രായമൊന്നുമില്ല, എന്നെക്കാളും 4-5 വയസ്സോ 10 വയസ്സൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ പൈസയ്ക്ക് തീരെ യാത്ര ചെയ്യാൻ വരാതെ നിവർത്തിയില്ല വരുമ്പോൾ പുള്ളി എനിക്ക് ബസ് ചാർജ് തരും. ഒരു ദിവസം പുള്ളിയുടെ ഞാൻ പൈസ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ജോണി വെയിറ്റ് ചെയ്യ്, ആരെങ്കിലും വന്നോട്ടെ, സേവ് ചെയ്ത് ആരെങ്കിലും വന്നാൽ ആ കിട്ടുന്ന കാശ് തരാമെന്ന്. അങ്ങനെ ഇന്ന് ഒരാൾ വന്ന് ആ കാശ് എനിക്ക് തന്നു. അതുകൊണ്ട് ഞാനിങ്ങ് പോയി വീട്ടിൽ പോന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീണ്ടും വരാൻ പൈസ ഇല്ലാതായി. വീട്ടിൽ വരാൻ നാണക്കേടല്ലേ ഇനി ചോദിക്കുന്നത്. ഈ ആൾക്കാരുടെ കാശ് ചോദിക്കുക ഭയങ്കര അഭിമാനക്കുറവ് പോലെയാണ്. അതുകൊണ്ട് ആരുടെയും കാശ് ചോദിക്കുക മടി കാണിക്കും. അത് അയാളായിട്ട് നല്ല ക്ലോസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അയാളുടെ കാശ് ചോദിച്ചത്. വീട്ടിൽ വരാൻ കാശില്ല വന്നപ്പോൾ ഞാൻ പിടിച്ച് നടന്നു. ഏതാണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് 40 കിലോമീറ്റർ വരും. ഈ 40 കിലോമീറ്ററും റോഡ് സൈഡിൽ കൂടെ നടന്ന് വീട്ടിൽ വന്ന് പറ്റി. അത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായിരുന്നു. 40 കിലോമീറ്ററൊക്കെ അന്ന് വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നപ്പോഴേക്ക് തീരെ അവശനായിരുന്നു. പിന്നെ അന്നത്തെ പ്രായത്തിൻ്റെ ഇതിൽ നടക്കുന്നതിന് ബുദ്ധിമുട്ടുമില്ല. പിന്നീട് ഒരു പ്രാവശ്യം അതിനുശേഷം ഞാൻ ജോലിയൊക്കെ കിട്ടി. ഞാൻ ആ ബാർബർ നടത്തിയിരുന്ന ആ സ്നേഹിതനെ കാണാൻ പോയി. എന്നിപ്പോൾ പുള്ളി കടയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായില്ല. ആദ്യം ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. പിന്നെ പുള്ളിയുടെ പരിസ്ഥിതിയൊക്കെ വളരെ മോശമായിട്ട് മനസ്സിലാക്കി ഞാനൊരു ചെറിയ സഹായം പുള്ളിക്ക് കൊടുത്ത് കുറേ നേരം അവിടെ ഇരുന്ന് എനിക്ക് കാപ്പിയും പലഹാരമൊക്കെ തരികയൊക്കെ ചെയ്തു. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. പിന്നീട് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഒടുവിൽ ഞാൻ അറിഞ്ഞത് പുള്ളി മരിച്ചുപോയി എന്നാണ്. അതാണ് ജീവിതങ്ങളും
മനുഷ്യൻ്റെയും നല്ല യാതൊരു ജീവിയുടെയും അവസ്ഥ ഇത്.